എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഹംപി യാത്രയുടെ മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാം ഭാഗത്തിൽ നമ്മൾ രാത്രി വന്നിട്ട് മൊത്തം മഴ നനഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു. എല്ലാവരും മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു. നനഞ്ഞു രാത്രി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷായി. ഇനി നമ്മുടെ ഫെസിലിറ്റിയുടെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല എന്ന് തന്നെ പറയാം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പാക്കേജ് ഇവിടുന്ന് ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഇത്രയും 4-5 ദിവസത്തെ പരിപാടിയിൽ ഒരു ബോട്ടിൽ വെള്ളം പോലും വാങ്ങേണ്ട നമുക്ക് ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ സൗകര്യവും കാളിയത്ത് ഹോളിഡേയ്സ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിവിദഗ്ധന്മാരായ പാചകക്കാർ കൂടെ ഉണ്ടായിരുന്നു. ചേട്ടന്മാർ ഇത് 2 പേരാണ്. ഭക്ഷണത്തിന് അങ്ങനെ ലിമിറ്റൊന്നും ഇല്ലായിരുന്നു. എത്ര വേണമെങ്കിലും കഴിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു. ഈ കറുത്ത ടീഷർട്ട് ഇട്ട ബാഗൊക്കെ സൈഡിൽ പിടിച്ചിരിക്കുന്ന അദ്ദേഹമാണ് നികേഷ് സാർ, നമ്മുടെ കാളിയത്തിൻ്റെ MD ആണ് കേട്ടോ. അദ്ദേഹമാണ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇത്തവണ. അതുകൊണ്ട് തന്നെ വലിയ ഉപകാരമായിരുന്നു എല്ലാവർക്കും. എല്ലാം ഉണ്ട്, നമുക്ക് എന്ത് വേണേൽ കഴിക്കാം. അത് അൺലിമിറ്റഡ് ആണ് ഫുഡൊക്കെ കേട്ടോ. പിന്നെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ശിവാനന്ദ ഹോട്ടലാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് 2-3 ദിവസം. AC റൂംസാണ്, ചൂടുവെള്ളത്തിൻ്റെ ഒക്കെ ഫെസിലിറ്റി ഉണ്ട്, എല്ലാ സൗകര്യമുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, ഞാൻ പറഞ്ഞല്ലോ. നല്ല നാടൻ നല്ല ഭക്ഷണം, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എല്ലാം നമ്മൾ പാചകം ചെയ്ത് റെഡിയാക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് അടുത്ത കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. ഈ കാളിയത്ത് ഹോളിഡേയ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ഓൾ ഇന്ത്യ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ. നമ്മളെ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്നിലാണ് ഇവരുടെ ഹെഡ് ഓഫീസ്. നാനാ നാടുകളിലേക്കും നാനാ ദിശകളിലേക്കും ഇവരുടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഹൈദരാബാദ്, തിരുപ്പതി, രാമേശ്വരം, നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന ട്രിപ്പ്, കർണാടക മൊത്തം, തമിഴ്നാട്, തിരുവനന്തപുരം, എല്ലാ ഭാഗത്തേക്കും ഇവിടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചിന്തിക്കാനില്ല. ഹോട്ടൽ ഭക്ഷണം കഴിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കാളിയത്ത് ഹോളിഡേയ്സിന് ഫുൾ മാർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. നമ്മൾക്ക് ദൃശ്യങ്ങൾ കാണുക, അതിന് വേണ്ട ഗൈഡിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗൈഡ് ഇല്ലാത്തടത്ത് അദ്ദേഹം തന്നെ, നികേഷ് സാർ തന്നെ എല്ലാം വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നും ഓർത്തു വെക്കാനുള്ള ഒരു യാത്രയായിരുന്നു കാളിയത്ത് ഹോളിഡേയ്സ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബസ്സിനകത്ത് ആടാനും പാടാനും എല്ലാം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇനിയും ഹംപിയുടെ മറ്റ് വിശേഷങ്ങളിലേക്കാണ് ഇനിയും കടക്കുന്നത്. 10-16 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഹംപി പ്രദേശം ചിതറിക്കിടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കോട്ടയ്ക്ക് പുറത്തും അകത്തുമായി ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും കാണാനൊക്കെ നമുക്ക് ഒരുപാടുണ്ട്. ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഹംപിയുടെ ഏറ്റവും പ്രസിദ്ധമായ, ഹംപിയുടെ കാലം തൊട്ട്, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലം തൊട്ട് എല്ലാവരും ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രമുണ്ട്, വിരൂപാക്ഷ ക്ഷേത്രം. ആ ക്ഷേത്രവും പരിസരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് ഹംപിയിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയുള്ള ക്ഷേത്രമാണ് കേട്ടോ. ഇത് നരസിംഹമൂർത്തി ക്ഷേത്രം. അതുപോലെ തന്നെ വലിയൊരു ശിവലിംഗ പ്രതിമ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാം ഇടിച്ച് തകർത്ത നിലയിലാണ് കേട്ടോ. ഒന്നിനും കേടുപാടില്ലാത്തത് കാണുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. അപ്പോൾ ശത്രു സൈന്യം കയറി നിരങ്ങിയതിൻ്റെ പാടുകളാണ് ഈ കാണുന്നത് കണ്ടോ. ചിലതിന് കൈയില്ല, ചിലതിന് കാലില്ല, എല്ലാം അടിച്ച് തച്ച് തകർക്കപ്പെട്ട നിലയിലാണ്. ഹംപിയുടെ പ്രത്യേകത പോകുന്നവർക്കത് മനസ്സിലാവും. കണ്ടാൽ തകർക്കപ്പെടാത്ത ഒന്നുമില്ല എന്നാണ്. നമ്മളത് ആദ്യം ശില്പികൾ ഉണ്ടായ കാലത്ത് മുതലുള്ള ഒറിജിനലായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. എവിടെയെങ്കിലും എന്തെങ്കിലും തകർക്കപ്പെട്ടിട്ടുണ്ട്. ചിലതിന് കൈ കാണത്തില്ല, ചിലതിന് തലയില്ല, ചില ശില്പങ്ങളൊക്കെ അപൂർവമായിട്ട് അടിച്ച് തകർത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്.
അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എല്ലാം എന്ന് പറഞ്ഞാൽ അവർ കൈവെക്കാത്ത ശില്പങ്ങളില്ല എന്ന് തന്നെ പറയാം. എങ്ങനെ തകർക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ള ഇപ്പോഴുള്ള പിന്നെ സർക്കാരുകളും മറ്റുവരാണ് ഇതൊക്കെ പെറുക്കി എടുത്തു കൊണ്ടുവന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് വെച്ചത്. ഇത് ബാധവലിംഗ ടെമ്പിളാണ് കേട്ടോ. ശിവൻ്റെ വലിയൊരു എന്താ പറയുക ശിവലിംഗമാണ് ഇവിടെ. അപ്പുറം നമ്മൾ ആദ്യം കണ്ടത് നരസിംഹമൂർത്തിയുടെ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ദൂരെ കാണുന്നതാണ് കോട്ട. കോട്ട എന്ന് പറയുമ്പോൾ മൊത്തം കോട്ടക്കകത്താണ്, പുറത്തുമായിട്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണ്. ചില ഗ്രാമത്തിൽ കാണാം ചില അവശിഷ്ടങ്ങൾ, ചില വീട്ടിൻ്റെ പറമ്പിൽ കാണാൻ ചില അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുവാണല്ലോ. ചില കിണറുകളുണ്ട് പഴയ ഇതുള്ളത്. ഇത് ഒരു ഗണേഷ് ഒരു ക്ഷേത്രമാണ്. നമ്മൾ വിരൂപാക്ഷ ക്ഷേത്രത്തിനടുത്തുള്ള കുന്നിൻ്റെ മുകളിലുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ചിത്രപ്പണികളും ശില്പങ്ങൾ കണ്ടാൽ നമുക്ക് കണ്ടാലും മതി വരില്ല എന്നുള്ളതാണ്. അത് ഈ പാറപ്പുറത്ത് ഇങ്ങനെ എടുക്കുകയാണ്. രണ്ടാമത് പറഞ്ഞാൽ ഇവരുടെ എഫോർട്ട്. ആ കാലത്ത് ഇത്രയും വലിയ പാറക്കല്ലുകളൊക്കെ ഉരുട്ടി കൊണ്ടുവന്ന് ആനയൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് നിർത്തി എത്ര അധ്വാനമായിരിക്കുന്നു. എത്ര മീറ്റർ, 1.5-2 മീറ്റർ നീളവും വീതിയൊക്കെയുള്ള കനമൊക്കെയുള്ള പാറകളാണ് ഓരോരു പീസ് തറക്കൊക്കെ വെച്ചിരിക്കുന്നത്. അതുപോലുള്ള തൂണുകൾ, അതിൽ ചിത്രപ്പണികൾ, പൂർത്തിയായതും ആവാത്തതും ഉടച്ചതും തല്ലി തകർത്തതും എല്ലാം വക്കും മൂലയൊക്കെ ഒടിച്ച് പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പൂർത്തിയാകാത്ത കാരണം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ശില്പികൾ ഒരു സൈഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശത്രു സൈന്യം ഇരച്ച് കയറിയത്. അപ്പോൾ അവർ ഇട്ടെറിഞ്ഞു ഓടുമായിരുന്നു. അപ്പോൾ പിന്നെ ശില്പകലയിൽ അപ്പോൾ പിന്നെ കലയും കാര്യങ്ങളൊന്നുമില്ല. യുദ്ധത്തിൽ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വർക്കൊക്കെ അവിടെ നിന്നല്ലോ. അങ്ങനെയാണ് സകലത്തും പകുതി ആയിട്ട് നമുക്ക് കാണുന്നത്. നമ്മുടെ എത്രയും വലിയ ശത്രു മഴയായിരുന്നു. മഴ നമ്മളെ പിന്തുടർന്ന് തന്നെ ഉണ്ടായിരുന്നു. കോട്ട മതിലുകൾ പോലെയാണ് പാറ കിടക്കുന്നത് കേട്ടോ. നമുക്കിപ്പോൾ മുന്നിൽ കാണുന്ന ആ ഗോപുരമാണ് വിരൂപാക്ഷ ക്ഷേത്രം. നമ്മൾ അവിടത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാട് ഒക്കെ പിടിച്ച് അനേകം ചെറിയ കൊച്ചു ക്ഷേത്രങ്ങളും പിന്നെ മണ്ഡപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആരും ശ്രദ്ധിക്കാതെ പോയത്. അതിൻ്റെയൊക്കെ ഹിസ്റ്ററിയൊക്കെ എങ്ങനെ അറിയാം, അവിടെ എന്തായിരുന്നു. ഇവിടെ ഒരു വലിയ സാമ്രാജ്യമായിരുന്നല്ലോ. ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ജീവിച്ച സ്ഥലങ്ങളാണ്. അപ്പം അക്കാലത്തുള്ള പല മണ്ഡപങ്ങളും എല്ലാം റൂമുകൾ പോലെ ആയിരിക്കും എല്ലാം ഓരോരോ. പക്ഷെ അതൊക്കെ ഇപ്പം മേൽക്കൂരയൊക്കെ തകർന്ന് തരിപ്പണമായതുകൊണ്ട് ഇങ്ങനെ കൽക്കുമ്പാരങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഇതാണ് പ്രസിദ്ധമായ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ ഗോപുര നടയുടെ മേൽഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, എവിടെയും നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞില്ല കേട്ടോ. തെരുവ് നായ്ക്കൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ. ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് കറങ്ങി നടക്കുവാണ്. നമ്മൾ തന്നെയാണ് കുറ്റക്കാർ. അതിനുവേണ്ട ഭക്ഷണം അതും ഇത് അവശിഷ്ടങ്ങൾ ഇട്ട് കൊടുക്കും, അവ വരും. അവർക്ക് എന്തറിയാം. കുരങ്ങന്മാരുടെ ശല്യം വേറൊരിടത്തുണ്ട്. മൊബൈലൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ അവർ അടിച്ചുകൊണ്ട് പോകും. അതങ്ങനെ പല സംഭവങ്ങളിലൂടെ നടന്നിട്ടുണ്ട്. ഇവിടുന്ന് ആൾക്കാർ പറയുന്നതാണ് ശ്രദ്ധിക്കണം. ഒന്നും നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നുമല്ല. വളരെ ദയനീയമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസാണ്. 10,000-കണക്കിന് ആൾക്കാർ വരുന്നതാണ്. എന്നാലും അതൊക്കെ മഴയും പെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഒക്കെ ചെളിയും വെള്ളവും കെട്ടുമായിട്ട് അങ്ങനെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഞാനിവിടെ കണ്ടത്. വിരൂപാക്ഷ ക്ഷേത്രത്തിനകത്ത് കടക്കണമെങ്കിൽ 25 രൂപയുടെ ടിക്കറ്റ് നമുക്ക് എടുക്കണം. അകത്തെ ദർശനത്തിനാണ് കേട്ടോ. വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ഹംപിയുടെ മൊത്തം ടൂറിലുള്ള എല്ലാ എൻട്രി ടിക്കറ്റുകളും മൊത്തം ഈ കാളിയത്ത് ഹോളിഡേയ്സിൻ്റെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. എല്ലാ ടിക്കറ്റും അവരാണ് എടുക്കുന്നത്. നമ്മളായിട്ടൊന്നും കാശ് കൊടുത്ത് എടുക്കണ്ട. അല്ലാതെ ഫ്രീ ആയിട്ട് കയറുന്നവർക്ക് ശ്രീകോവിലിന് അടുത്തൂടെ പോയിട്ട് കവർ ചെയ്തിട്ട് അങ്ങ് പോകാം. തൊട്ടടുത്ത് വന്ന് പ്രസാദം പോലെയൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് 25 രൂപ ടിക്കറ്റ് എടുത്ത് ലൈനിൽ കയറണം. അല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് കയറാം. പക്ഷെ അതിനകത്തോട്ട് അധികം ദൂരത്തോട്ട് പോകാൻ പറ്റില്ല. അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വിടും. അപ്പോൾ നമുക്ക് കാണണമല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എങ്ങനെയായാലും കുറച്ചെങ്കിലും ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കണം. മഴ നനഞ്ഞുകൊണ്ടിരിക്കുന്നു.
മഴ ഒരു പ്രശ്നമല്ല നോക്കാമെന്ന് വിചാരിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിൽ മൊത്തം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് പോയത്. ഇതാണ് ഇവിടത്തേക്ക് സ്റ്റെപ്പൊക്കെ കണ്ടോ, തുരുമ്പിടിച്ച് വരുന്നത്. ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഇതിനകത്തൊരാളിരിപ്പുണ്ട് കണ്ടോ. ആള് ഭയങ്കര മിടുക്കി കുട്ടിയാണ്, നമ്മൾ പറഞ്ഞ വിശ്വസിക്കില്ല. കണ്ടോ ഒരാനക്കുട്ടി കണ്ടോ, പിരിയാനക്കുട്ടിയാണ്. ഇവളെ വളരെ ബുദ്ധിപൂർവ്വമാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നത്. ഇവൾക്ക് ആരാണോ കാശ് കൊടുക്കുന്നുണ്ട് അവരെ മാത്രമേ ഇവൾ അനുഗ്രഹിക്കൂ കേട്ടോ, അല്ലാതെ അനങ്ങാതിരിക്കും, ഒരനക്കവുമില്ല. അപ്പോൾ കാശ് ആര് കൊടുക്കുന്നോ അത് വാങ്ങിച്ചിട്ട് പാപ്പാൻ്റെ കയ്യിൽ കൊടുക്കും. ഉടനെ കൊടുക്കുന്നവരെ തലയിൽ ഈ തുമ്പിക്കൈ വെച്ച് ഇങ്ങനെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. കണ്ടോ 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 കണ്ടോ. ക്ഷേത്രത്തിൻ്റെ ചരിത്രം 7-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്നു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് പ്രധാന നിർമ്മാണങ്ങൾ നടക്കുന്നത്. ദേവരായ രണ്ടാമൻ്റെ കാലത്ത് ലക്കൺ ദണ്ഡേശനാണ് ക്ഷേത്രം വിപുലീകരിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ. നമ്മുടെ തിരക്കൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വേലികളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, ഇരുമ്പ് പൈപ്പ് കൊണ്ട്. അതുവഴി നേരെ പോയി കഴിഞ്ഞാൽ ശ്രീകോവിലിന് അടുത്തേക്കാണ് എത്തുക. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തില്ലായിരുന്നു പറഞ്ഞല്ലോ. ശ്രീകോവിലിന് അവിടുന്ന് ഞാൻ ഡൈവേർട്ട് ചെയ്ത് വീണ്ടും മുറ്റത്തേക്ക് വന്നു. ഇവിടെ ഒരു ക്ഷേത്രക്കുളമുണ്ട് ഇടതുഭാഗത്ത്, എല്ലാം ഇടിഞ്ഞ് തകർന്ന് നാമശേഷമായിട്ട് കിടക്കുവാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് ക്ഷേത്രമുറ്റത്ത് ഒരു വാദ്യ ഉപകരണങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കലാകാരനെ കണ്ടത്. അല്പനേരം ആ വാദ്യ ഉപകരണം വായനയൊക്കെ ആസ്വദിച്ചു കേട്ടോ. ആ കലാകാരൻ ആള് ഒരു മിടുക്കനാണ് കേട്ടോ. അയാൾ എന്നോട് ചോദിച്ചു, ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു, ചേട്ടാ കേരളമാണോ ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പറയുകയാണ് സവാരി ഗിരിഗിരി. നമ്മുടെ ലാലേട്ടന് അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു, പിക്ചറൊക്കെ കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അത് കുറച്ചുകൂടെ അദ്ദേഹത്തെ കുറച്ച് സംസാരിച്ച് അവിടുന്ന് പുറപ്പെട്ടു. നാൽക്കാലികളുടെ ശല്യം ക്ഷേത്രത്തിന് മുറ്റത്ത് തന്നെ ഇടുക, രണ്ടുപേരും ഇവിടെ നിൽക്കുന്നു. അധികം ആൾക്കാർ എന്തെങ്കിലും പഴം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തിന്നിട്ട് അങ്ങനെ നിൽക്കുവാണ്. ബാക്കി നമ്മൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്ന് ഇവിടെയൊക്കെ ഒന്ന് മാർക്കറ്റ്, പുറത്ത് മാർക്കറ്റാണോ, വിരൂപാക്ഷ ക്ഷേത്രം മാർക്കറ്റും കൂടെ ചേർത്താണ് പറയാറ്. മുന്നിൽ കാണുന്ന കൽമണ്ഡപങ്ങൾ കണ്ടോ, അതൊക്കെ ഒരു കാലത്ത് വ്യാപാരം നടന്നിരുന്ന സ്ഥലമാണ്, പ്രധാന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ചോളത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചോളത്തിന് ഇഷ്ടംപോലെ പാടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും നല്ല ഫ്രഷ് ചോളം കനലിൽ ചുട്ടെടുത്ത് അതിനകത്ത് ചെറുനാരങ്ങ നീര് ഉപ്പൊക്കെ ചേർത്തിട്ട് കൊടുക്കുകയാണ്. 20 രൂപ ഒരെണ്ണത്തിന്. ഇവിടെ മുളക് ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വളകൾ, മോതിരങ്ങൾ കോപ്പറിലുള്ളതാണ് കേട്ടോ, അതൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ മഴ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആൾക്കാർ കടക്കാരില്ല എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നല്ല തിരക്കായിരുന്നു വേനൽ സമയത്തൊക്കെ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഇവരുടെ സാന്നിധ്യം എല്ലാ നാട്ടിലും ഉണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിൽ മാത്രമല്ല. ഇത് വലിയൊരു ആഗോള പ്രശ്നമായിട്ട് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ വിരൂപാക്ഷ ക്ഷേത്രം കണ്ട് അവിടുന്ന് അടുത്ത കാഴ്ചയിലേക്ക് പുറപ്പെടുകയാണ്. ഇനിയും കണ്ടതിനേക്കാൾ കൂടുതലാണ് ഇനിയും കാണാനല്ലോ കേട്ടോ, തീർന്നില്ല, ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നേ ഇല്ല. അപ്പം നമ്മൾ അങ്ങനെ ബസ്സിൽ ആടിയും പാടിയും കഥകൾ പറഞ്ഞും ജോളിയായിട്ട് അങ്ങനെ അടുത്ത സ്റ്റേഷനിലേക്ക്. നമസ്കാരം, അടുത്ത വീഡിയോയിൽ കാണാം.